ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോജെ കിച്ചൻ. അപ്പം നമ്മുടെ തിരുവോണം ഇങ്ങെത്തി. നമുക്കിനൊരു പായസം ഉണ്ടാക്കണ്ടേ വേണ്ടിയിട്ട് നമ്മളിന്നിവിടെ പാലട പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പായസത്തിനുള്ളൊരു പുറപ്പാടാണ്. അപ്പോൾ പാലട ഉണ്ടാക്കാനായിട്ട് ഒരു 100 ഗ്രാം പാലട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ പാൽ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം, കൂടുതൽ പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ 1 കപ്പ് പഞ്ചസാരയുണ്ട്. പഞ്ചസാര മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അത് അവരവരുടെ ഓപ്ഷനാണ്. ഇത് കണ്ടൻസ്ഡ് മിൽക്ക്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ലാസ്റ്റ് അതിനൊരു ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും കാണുക, ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതുപോലെ ഇത് ഞാൻ വെച്ചിട്ട് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിന് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ അട ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ച് ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഈ അട ഒന്ന് കഴുകിയിട്ടിട്ട് 1 മണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കുതിർന്ന് വരും നന്നായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് കുതിരാനിട്ടിട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ഒരു ഓണം സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഓണം സദ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിക്കാനിട്ടിട്ട് വരാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആ അട ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കട്ടെ. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ അടയെല്ലാം ഞാനൊന്ന് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം നെയ്യിട്ട് കൊടുക്കാം. ആ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ അടയൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അടയൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും ആ നെയ്യൊന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ള് പഞ്ചസാര ഇപ്പം ഇടുന്നില്ല. 1 കപ്പ് പഞ്ചസാര നല്ല മധുരമായിരിക്കും, അതുകൊണ്ട് ഞാൻ ഫുള്ള് പഞ്ചസാര ഇട്ടിട്ടില്ല. ഇനി ആ പഞ്ചസാര ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ അടയിലേക്ക് ആ മധുരം ഒന്ന് പിടിക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകി നന്നായിട്ടത് ആ വെള്ളം പോലെ ആയിട്ടുണ്ട്. ആ അടയിലേക്ക് അത് നന്നായിട്ട് പിടിക്കണം. നമ്മുടെ അടയൊന്ന് പഞ്ചസാരയിൽ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആ പാലെടുത്ത് വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അടുത്ത അടുപ്പിൽ പാലൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. പാൽ തിളച്ചില്ല, എന്നാലും കുഴപ്പമില്ല. ഞാൻ 1/2 ലിറ്റർ പാലിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് നല്ലോണം കുറുകി വരട്ടെ. അതിനുശേഷം ബാക്കി പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ അത്ര പിടിക്കുകയല്ല. പക്ഷെ നമ്മൾ വേറെ ഏത് പാത്രമാണെങ്കിലും, ഉരുളിയാണെങ്കിലും അല്ലാതെ വേറെ ഏത് പാത്രമാണെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ആ പാല് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ പറയുക, വിടാതെ ഇളക്കിയില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഈവൻ നോൺ സ്റ്റിക്കിലാണെങ്കിൽ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. പാൽ ഒഴിക്കുന്ന ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണ് ആ അട ഇങ്ങനെ വിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ അത് കട്ടയായി തന്നെ കിടക്കും. അപ്പോൾ അതവിടെ ഒന്നിരുന്ന് തിളച്ച് വറ്റട്ടെ. നമ്മുടെ അടയൊക്കെ നന്നായിട്ട് ആ പാല് കുറുകി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയൊരു, ഞാൻ അന്നേരം പറഞ്ഞിരുന്നു 1/2 ലിറ്റർ പാല് ഞാൻ അന്നേരം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഒഴിച്ചു കൊടുത്താണ് കുറുകി വന്നത്. ബാക്കി ഒരു 1/2 ലിറ്റർ പാലും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് പറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമുക്കതിൻ്റെ മധുരം കൂടെ ഒന്ന് നോക്കാം. മധുരം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിന് മധുരം കുറവൊന്നുമില്ല.
മധുരം പാകമാണ്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക, തിളയ്ക്കുന്നതിന് മുമ്പേ. പാല് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മധുരം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു വെള്ളച്ചോവ വരും. അതുകൊണ്ടാണ് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മധുരമൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ പായസം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചാണ് നമ്മൾ രണ്ടാമത് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ആ കണ്ടൻസ് മിൽക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ഒരു നിർബന്ധമുള്ള സാധനമൊന്നുമല്ല, എന്നാലും ഒരു ടേസ്റ്റിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ്. അപ്പം ഉള്ളവർക്ക് ഇടാം, ഇല്ലെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ആദ്യം നമ്മൾ ആ പാല് കുറച്ച് നേരം പറ്റിച്ച് കുറുക്കുന്ന കാരണം കൊണ്ട് അതിനൊരു കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് വരും. ഇപ്പം ഞാൻ ആ ഏലക്ക പൊടിച്ച് വെച്ചിരുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം കൂടെ കുറുകും പായസം ഇരിക്കും തോറും. അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്ക് അതിനകത്തേക്ക് ഒരല്പം മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും വറുത്തിടാം. നമ്മൾ ആ മുന്തിരി വറുത്ത് വെച്ചിടുകയാണ്. ഞാൻ അണ്ടിപ്പരിപ്പ് ഇടുന്നില്ല, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇപ്പോൾ ഈ സമയത്ത് വറുത്തിടാവുന്നതാണ്, ഞാൻ ഇടുന്നില്ല. നമ്മുടെ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് പാലട പായസം തന്നെ ഉണ്ടാക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ട്യൂൺ ഇൻ ചെയ്യുക. ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു.